ശ്രീ കെ അനിൽകുമാർ, അങ്ങേ വാർത്ത അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ PPE കിറ്റ് അഴിമതി നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇപ്പോൾ അത് ശരിവെച്ചുകൊണ്ട് CAG റിപ്പോർട്ട് പുറത്തുവരികയാണ്. CPM-ന്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ ഈ വിഷയത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ ഒരു അഴിമതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ എല്ലാം ജീവിതത്തിലാണ് ആദ്യമായിട്ടാണ് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ കണ്ടത്. ഒരു ദിവസം പ്രധാനമന്ത്രി വന്നിട്ട് ഇന്ന് രാത്രി മുഴുവൻ എല്ലാവരും വീട്ടിലിരുന്നാൽ മതി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തു. സിസ്റ്റർ ലിനി അന്തരിച്ച പൂരം മരിച്ച പൂരം നമുക്കറിയാം, നിപ്പയ്ക്ക് വിധേയമായി. ഒരു ഡോക്ടർമാരുടെയും ഒരു ആരോഗ്യ പ്രവർത്തകരുടെയും ജീവൻ നഷ്ടപ്പെടരുത്. അതിന് PPE കിറ്റ് വാങ്ങിച്ചു വെക്കണം. കേന്ദ്ര സർക്കാർ അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് 80 ലക്ഷം കോവിഡ് രോഗികൾ കേരളത്തിൽ വരാം. അതിനെ നേരിടാൻ തക്കവണ്ണം യുദ്ധസമാനമായ സാഹചര്യമാണ് എന്ന് കണ്ടിട്ട് ഒരു യുദ്ധകാലത്ത് ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഉയർന്ന വിലയ്ക്കുള്ള PPE കിറ്റ് 15,000 എണ്ണം ആ കാലഘട്ടത്തിൽ വാങ്ങി എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണ്. ദുരന്ത നിവാരണം നടപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ നിയമപ്രകാരം ടെൻഡർ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങാമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ആ നിയമത്തിന്റെ ഭാഗമാക്കുക മാത്രമല്ല ഉത്തരവിടുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ എല്ലാ പർച്ചേസും ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. കോവിഡ് വാക്സിന്റെ വില നിശ്ചയിച്ചത് ഏത് ടെൻഡർ പ്രകാരമാണ്? കോവിഡ് വാക്സിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു കമ്പനി മത്സരിക്കാനുണ്ടായിരുന്നോ? ആ വാക്സിന് 150 രൂപ വില, സംസ്ഥാന സർക്കാർ വരുമ്പോൾ 300 രൂപ വില. ഇതാരും തീരുമാനിച്ചു? ഇതെല്ലാം ഈ CAG കണ്ടില്ലേ? കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണ നടപടികൾ എന്നാണ് നമ്മൾ ആ സമയത്ത് ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട കാര്യം. 550 രൂപയ്ക്ക് തരുമായിരുന്ന കമ്പനി ഒഴിവാക്കി 1550 രൂപയ്ക്ക് തരുന്ന കമ്പനിയെ എടുത്തു എന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അതിന് കൃത്യമായ മറുപടി പറയാം. ഈ 550 രൂപയ്ക്ക് തരുമെന്ന് പറയുന്ന കരാർ ഏത് സമയത്താണ്? അത് നിപ്പയുടെ ഭാഗമായി നിപ്പ നേരിടുന്നതിന് വേണ്ടി ഒരു ടെൻഡറിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ ആ കമ്പനിക്ക് സാധനം തരാൻ പറ്റിയില്ല. കോവിഡ് അല്ലേ, ലോക്ക്ഡൌൺ അല്ലേ. അവർക്ക് തരാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ ആരെ കൊണ്ട് പറ്റും? അപ്പോൾ 1500 രൂപയുടെ കോവിഡിന് കിറ്റ് അന്നേരം ലഭ്യമായുള്ളൂ. ഇതെല്ലാം പല ക്വാളിറ്റി ഉള്ളതാണ്, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇത് സാങ്കേതിക പരിശോധന അടക്കം പല സന്ദർഭത്തിലും പ്രശ്നങ്ങളുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യത്തെ ഒരാഴ്ചക്കാലം നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടുണ്ടോ? എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കരുതി ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായിട്ടൊരു കെട്ടുകഥയായിട്ട് CAG ഇറങ്ങിയാൽ ഇതൊന്നും നാട്ടിൽ വിലപ്പോകുന്ന കാര്യമല്ല. ശ്രീ അനിൽകുമാർ, ഒന്ന് തുടരാമെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രശാന്ത് കൃഷ്ണ ആ കാര്യത്തിൽ കൂടുതൽ പറയും. പ്രശാന്ത്, 550 രൂപയുടെ അത് നിപ്പ സമയത്തെ കരാറായിരുന്നു. അവർക്ക് അത്രയും കൂടുതൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1550 രൂപയ്ക്ക് തരുന്ന കമ്പനിയിലേക്ക് പോയി എന്നാണ് കെ അനിൽകുമാർ പറയുന്നത്. സാങ്കേതികമായി അത് ശരിയല്ല, വസ്തുതാപരമായി അത് ശരിയല്ല. കാരണം CAG തന്നെ കണ്ടെത്തുന്ന കാര്യം ഞാൻ വിശദീകരിക്കാം. അതായത് അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണം പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി സർക്കാർ PPE കിറ്റുകളുടെ യൂണിറ്റ് നിരക്ക് 545 രൂപയായി നിശ്ചയിച്ചിരുന്നു. ഏത് 2020 മാർച്ച് മാസം. 2020 മാർച്ച് മാസം എന്ന് പറയുമ്പോൾ നിപ്പയുടെ കാലഘട്ടമല്ല, അത് കോവിഡിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് സർക്കാർ 545 രൂപ PPE കിറ്റിൻ്റെ യൂണിറ്റ് നിരക്കായി നിശ്ചയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ മുൻപ് നിശ്ചയിച്ചതാണെന്നും കോവിഡ് കാലത്ത് ഇതിൻ്റെ വില ഉയർന്ന് 1550 രൂപ വരെ എത്തി എന്ന് പറയുന്നത് വസ്തുതാപരമായും ശരിയല്ല. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് സർക്കാർ ഈ 300% വരെ വർധന വരുത്തി ഓഫർ ചെയ്ത കമ്പനികൾക്ക് ഇത് നൽകി. ഈ കേരള സർക്കാർ നിശ്ചയിച്ച യൂണിറ്റ് 545-ന് അടുത്ത് നിൽക്കുന്ന തുക എന്ന നിലയിലാണ് 550 രൂപ PPE കിറ്റുകൾക്ക് നൽകി വിതരണം ചെയ്യാൻ തയ്യാറായ മെസ്സേഴ്സ് അനിത ടെസ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വാഗ്ദാനം ചെയ്തപ്പോൾ അത് 2020 മാർച്ച് മാസം 28-ാം തീയതിയാണ് അവർക്ക് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അവർക്ക് 25,000 PPE കിറ്റുകൾ വാങ്ങാനുള്ള അനുമതി വാഗ്ദാനം ചെയ്തത്. പക്ഷേ എന്നിട്ടും അവരെ 10,000 വാങ്ങിയുള്ളൂ എന്നതാണ് ഏറ്റവും ഇതിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യവും. ശരി, കെ അനിൽകുമാർ, അങ്ങയുടെ പ്രതികരണം. വാദം തെറ്റാണ്. ആ വാദം വളരെ തെറ്റാണ്. എന്താ തെറ്റാന്ന് പറയാൻ കാരണം, കോവിഡ് ഉണ്ടായ സമയത്താണ്, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്തല്ലേ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ മുൻകൂട്ടി തരാമെന്ന് പറഞ്ഞ കമ്പനി സപ്ലൈ ചെയ്യാൻ തയ്യാറായാലും അവരോട് വാങ്ങിക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ അവർ തരികയും റിജക്ട് ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ല. അവർക്ക് തരാൻ പറ്റാതെ വന്നു ലോക്ക്ഡൌൺ കാരണം തരാതെ പറ്റാവുന്ന പിന്നെ തരുന്നവരുടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയെന്നുള്ള സത്യമാണ്. ആദ്യം 50,000 എണ്ണം ഓർഡർ ചെയ്തു. പിന്നീട് വില കുറയുന്ന ഘട്ടം വന്നപ്പോൾ 15,000 കൊണ്ട് കുറച്ചു. ഇതെല്ലാം രേഖയിലുള്ളതാണ്. അതൊക്കെ CAG മറുപടി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ.